PS ബാനർജിയുടെ ഓർമ്മ മുൻനിർത്തി എനിക്ക് കേരള സർക്കാരിനോട് പറയാനുള്ള ഒരു കാര്യം, ദളിത് വിഭാഗത്തിൽപ്പെട്ട സിനിമ എടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള തുക 3 കോടിയായിട്ട് ഉയർത്തണമെന്നും അത് 10 പേർക്കെങ്കിലും മിനിമം കൊടുക്കണമെന്നും ആണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കസൂർ ബാലഗോപാലൊക്കെ മുണ്ട മുറുക്കി കൊടുത്താണ് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാമെങ്കിലും ഇത് കാലത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതിയായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ആളുകളുണ്ട്. മലയാള സിനിമയുടെ അമ്മ എന്ന് പറയുന്ന ഒരു കർഷക തൊഴിലാളി സ്ത്രീയായിരുന്നു PK റോസി. മറക്കരുത് അക്കാര്യം. PK റോസിക്കുണ്ടായ അനുഭവം നിങ്ങൾ എല്ലാവരും, എല്ലാ ഉന്നതന്മാരും മറന്നുപോയാലും ഞങ്ങളാരും മറന്നിട്ടില്ല. സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള ഒരു ഒറ്റ കുറ്റത്തിന് വീട് തീവയ്ക്കപ്പെടുകയും വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുകയും നാട്ടിൽ നിന്ന് തന്നെ ആട്ടി ഓടിക്കപ്പെടുകയും ചെയ്ത ഒരു വലിയ നടിയായിരുന്നു രാജമ്മ എന്ന പേരുള്ള PK റോസി. ആ PK റോസിയിൽ നിന്നാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. നിങ്ങൾ മറന്നുപോയെങ്കിൽ കൂടിയും ആ PK റോസിക്ക് ഉചിതമായ ഒരു സ്മാരകം ഉണ്ടാക്കാനോ ഒന്നും നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് ഓർമ്മിക്കണം. അപ്പോൾ ദളിതർക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു അനുകൂല അവസ്ഥ വർദ്ധിപ്പിക്കേണ്ടത് PK റോസിയോടുള്ള ഒരു നന്ദി കൂടിയാണ് എന്ന് കേരളത്തിന്റെ സർക്കാർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് ആളുകൾ, ഡോക്ടർ ബിജുവിന്റെ പേരാണല്ലോ സാധാരണ ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഡോക്ടർ ബിജു വളരെയധികം ഗംഭീരമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള അസാധാരണ കഴിവുള്ള ഒരു കലാകാരനാണ് എന്നത് നമ്മൾ മറക്കരുത്. അതുപോലെ തന്നെ ഓർമ്മിക്കേണ്ടുന്ന വേറൊരു പേര്, 2 തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് സംവരണ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട ലെനിൻ രാജേന്ദ്രൻ. അദ്ദേഹത്തിന്റെ മീനമാസത്തിന് സൂര്യൻ, ചില്ല്, വേനൽ തുടങ്ങിയിട്ടുള്ള സിനിമകൾ ആ പ്രതിഭയുടെ വലിയ ആ കഴിവുകളെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ് എന്ന് നമ്മൾ മറക്കരുത്. അതുപോലെ ഈരാളപക്ഷത്ത് നിന്നും സംഗീത ലോകത്തേക്ക് വന്നിട്ടുള്ള ആളുകൾ, ചില ആളുകളുടെ പേര് മാത്രം ഞാൻ പറയാം, അത് മാത്രം ഓർത്തിരുന്നാൽ മതി എന്തുകൊണ്ടാണ് ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു ആനുകൂല്യം ഇവർക്ക് കൊടുക്കണം എന്ന് നമ്മൾ പറയുന്നത് എന്നവർക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. ഒന്നാമത്തെ പേര് K രാഘവൻ. തലശ്ശേരിയിലെ ഒരു മീൻപിടുത്തക്കാരുടെ കുടുംബത്തിൽ, മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. മലയാള സിനിമയുടെ സംഗീത വ്യവസ്ഥയെ മുഴുവൻ മാറ്റി മറിച്ചത്. നാടൻപാട്ടിന്റെ ഈണം ആവാഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നീലക്കുയിൽ തുടങ്ങിയിട്ടുള്ള സിനിമയിൽ നിന്ന് ആരംഭിച്ച ആ വലിയ യാത്ര, നമ്മുടെ അടുത്തുള്ള KPSC നാടകങ്ങൾ കൂടി അദ്ദേഹം നടത്തിയുള്ള സംഗീത സംഭാവനകൾ, K രാഘവനെ മറക്കരുത്. അതുപോലെ തന്നെ പരുവൂർ G ദേവരാജനെ മറക്കരുത്. അതുപോലെ തന്നെ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത നിരവധി സിനിമാ പാട്ടുകൾ നമുക്ക് തന്ന രവീന്ദ്രൻ മാഷയെ മറക്കരുത്. അങ്ങനെ ഒരുപാട് പേരുടെ സംഭാവനകൾ ഏറ്റവും മാറ്റി നിർത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാതെ ഇരിക്കണം. അതുപോലെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായവും വർദ്ധിപ്പിക്കണം. സ്ത്രീകളുടെ കൂട്ടത്തിൽ കൊല്ലത്തേരിയെ വിധു വിൽസൺ അടക്കമുള്ള നിരവധി സംവിധായകർ നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ ബാനർജി ഓർമ്മിക്കാൻ വേണ്ടി ഇത്രയും വിപുലമായ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുകയും ഇത്രയും വലിയ രീതിയിൽ അത് നടപ്പിലാക്കുകയും ചെയ്ത ഈ അക്കാദമിയുടെ ഭാരവാഹികളെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ബാനർജിയെ കുറിച്ച് ആകെ കൂടി ഒരു കവിതയെ മലയാളത്തിലുള്ളൂ. അതാണ് ഞാൻ ചൊല്ലാൻ പോകുന്ന ബാനർജി പെരുമ എന്ന കവിത. ഡ്രാഗൺ ഫ്രൂട്ടിൻ ഉൾച്ചുവപ്പിൽ ബാനർജി പാട്ട്, ചീട്ടെടുക്കും തത്ത ചുണ്ടിൽ ബാനർജി പാട്ട്, അമ്മ തുപ്പും വെറ്റേമാനിൽ ബാനർജി പാട്ട്, ചെങ്കരിക്കിൽ കോവൽ പൂവിൽ ബാനർജി പാട്ട്. പാൽമുലയിൽ പച്ച തേച്ച പപ്പായ ചോട്ടിൽ കാക്ക കൊത്തിക്കൊണ്ടുവന്ന തെച്ചിക്കമ്മലിൽ, കാട്ടുമൈന കാവൽ നിൽക്കും മഞ്ചാടിക്കൊമ്പിൽ,
തോർച്ചടിക്കും ഘട്ടമായി ബാലർജിപ്പാട്ട് താഗതൈതകതാഗതൈതകതാഗതൈതകതോ താഗതൈതകതാഗതൈതകതാഗതൈതകതോ കായലിൽ വീശുകാർ വള്ളപ്പടിയിൽ കൊട്ടും ആദിമാതാളത്തിലെത്തും പെരുമീൻ പോലെ ഈർച്ചവാളിൽ മൂർച്ചയുള്ള വാക്കുതുള്ളിച്ച് കാറ്റിനൊപ്പം കത്തിരാകും ബാനർജിപ്പാട്ട് താഗതൈതകതാഗതൈതകതാഗതൈതകതോ താഗതൈതകതാഗതൈതകതാഗതൈതകതോ വാഴത്തോട്ടം കണ്ടു കണ്ടു ഞാൻ നടത്തുന്നു താഴയായി കാന്താരി പോലെ താരകപ്പെന്ന് കല്ലമാല മുറിച്ചിട്ട പുൽപ്പരപ്പിന്നെ വണ്ടിയേറി വന്ന റൗക്കവെന്തകൾ താഗതൈതകതാഗതൈതകതാഗതൈതകതോ താഗതൈതകതാഗതൈതകതാഗതൈതകതോ നീലവാരിൽ വെള്ളിമേഘം ചിന്തയും ചിരിയും കൂട്ടിക്കാർട്ടൂൺ വരയ്ക്കുന്ന മാർച്ചിലുച്ചയ്ക്ക് പൂത്തുനിൽക്കും കവുങ്ങിന്റെ ഇത്തിരിച്ചോട്ടിൽ ചാറ്റുപോലെ ചലിക്കുന്നു ബാലർജിപ്പാട്ട് താഗതൈതകതാഗതൈതകതാഗതൈതകതോ താഗതൈതകതാഗതൈതകതാഗതൈതകതോ കാട്ടിലെല്ലാം പച്ചമാംസം മണക്കുന്നുണ്ട് വീർപ്പു ചിന്തിപ്പോയ കാലം തകർക്കുന്നുണ്ട് ചെണ്ടയിൽ സഞ്ചാരമാർഗം പൊതിക്കുന്നുണ്ട് തൊണ്ടയിൽ തീയുണ്ട് തേനുണ്ട് ആർദ്രതയുണ്ട് താഗതൈതകതാഗതൈതകതാഗതൈതകതോ താഗതൈതകതാഗതൈതകതാഗതൈതകതോ കണ്ടു നിൽക്കും കാഞ്ഞിരത്തിൻ ചില്ലകൾ തോറും മിണ്ടി മിണ്ടിയിരിക്കുന്ന പ്രാക്കളെ നോക്കി മുന്തിരി പങ്ക കെട്ടുന്നു ബാനർജിക്കൂട്ട് ചിന്തയിൽ കൂടൊരുക്കുന്നു ബാനർജിപ്പാട്ട് താഗതൈതകതാഗതൈതകതാഗതൈതകതോ താഗതൈതകതാഗതൈതകതാഗതൈതകതോ കണ്ണു രണ്ടും അടയ്ക്കുമ്പോൾ കുന്നിറങ്ങുന്നു മഞ്ഞുറഞ്ഞ് നെഞ്ചുടഞ്ഞ് കണ്ടുണിപ്പാട്ട് കണ്ണടച്ച് കാതടച്ച് കൺമണിപ്പാട്ട് പത്തുടച്ച് ദിക്കിടിച്ച് ബൊമ്മാടിപ്പാട്ട് താഗതൈതകതാഗതൈതകതാഗതൈതകതോ താഗതൈതകതാഗതൈതകതാഗതൈതകതോ